ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി എം.പി. രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മന്ത്രിയുടെ പാലക്കാട് തൃത്താലയിലെ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് ചെറിയ തോതിലുള്ളൊരു സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടാകുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷാവസ്ഥയുണ്ട് അവിടെ എന്ന് മനസ്സിലാകുന്നു ദൃശ്യങ്ങളിൽ നിന്ന്. തീർച്ചയായിട്ടും സ്മിത, മന്ത്രി എം.പി. രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ ബാരിക്കേഡ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിലൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള വിനോദ് ചറാട് അടക്കമുള്ളവരെ പോലീസ് അവർക്കെതിരെ കയ്യാങ്കളി നടത്താൻ ശ്രമിക്കുകയും അതേ തുടർന്ന് അവർ ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെയും പ്രതിഷേധം സമാനമായ രീതിയിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നിരുന്നു. ആ സമയത്ത് പക്ഷേ ഈ തരത്തിൽ പോലീസുമായി ഒരു കയ്യാങ്കളിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ മാറിയിരുന്നില്ല. ഇതൊരു രണ്ടാം ബാർക്കോഴയാണ്. അതായത് നേരത്തെ കെ.എം. മാണി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരുന്ന വ്യാജ ആരോപണമായിരുന്നെങ്കിൽ ഇതൊരു രണ്ടാം ആരോപണത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കൃത്യമായിട്ടുള്ള മദ്യനയത്തിൽ അതിലൊരു പുനരാലോചന നടത്തുമ്പോൾ കൃത്യമായി ബാർ ഉടമകൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ അവരിൽ നിന്ന് കോഴ ആവശ്യപ്പെട്ടു എന്നുള്ളതൊരു ആയുധമാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ട് നേരത്തെ തന്നെ കൂടുതൽ പോലീസിനെ ഇവിടേക്ക് വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം പ്രവർത്തകരുണ്ടായിട്ടും അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ പോലീസിന് കഴിഞ്ഞത് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. തങ്ങളെ അകാരണമായി പോലീസ് മർദ്ദിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കൃത്യമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അടക്കം അറിയിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഇവിടെ തന്നെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കൂടി നടക്കാറുണ്ട്. യൂത്ത് ലീഗ് ഇന്ന് വൈകിട്ട് ഇവിടേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. മന്ത്രി എം.പി. രാജേഷ് രാജിവെക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു വഴികളില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് അകാരണമായി മർദ്ദിക്കുന്നു, അവർക്ക് ജനാധിപത്യപരമായി സമരം ചെയ്യാനുള്ള അനുവാദം പോലും നൽകുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോൾ ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ കാര്യമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തകരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തും നീക്കിക്കഴിഞ്ഞു. കൃത്യമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില വാദങ്ങളുണ്ട്. 2 ലക്ഷം രൂപ വെച്ച് ഓരോ ബാർ ഉടമകളിൽ നിന്നും നൽകാൻ അവരുടെ സംഘടനാ നേതാവ് തന്നെ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും ഇത്തരത്തിലുള്ള ബാർ ഉടമകളുമായുള്ള കൂട്ടുകെട്ട് അത് വ്യക്തമായി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് തങ്ങൾ പ്രതിഷേധം നയിക്കുന്നത് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രി എം.പി. രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസ് പരിസരത്ത് ഈ തരത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഓഫീസിന് ഏതാണ്ട് 500 മീറ്റർ ഇപ്പുറത്ത് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയും ഏതാനും പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തവരെ ഉടനെ തന്നെ വാഹനങ്ങളിലേക്ക് മാറ്റി ഇവിടെ നിന്ന് ഈ റോഡ് ഫ്രീ ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ എം.പി. രാജേഷിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് വീണ്ടും ഒരു ബാർക്കോഴ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം അത് ശക്തമായ ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടനകളുടെ ശബ്ദ സന്ദേശം തന്നെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം ഉയർന്നത്. ഇപ്പോഴിതാ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. റിജുൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ അവർ കുത്തിയിരിക്കുകയാണ്. അത്തരത്തിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ സമരം നയിച്ച മുഴുവൻ പേരെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലാക്കി കഴിഞ്ഞു. അപ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. കൃഷ്ണ, നിഖിൽ, സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം എന്ന് പ്രവർത്തകർ പറയുമ്പോഴും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടായതിനെ തുടർന്നാണോ ഇപ്പോൾ പോലീസും അവരും തമ്മിൽ, അവിടെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും മറ്റുള്ളവർ
പ്രതിഷേധിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വണ്ടി അവർ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ഗൗരവമേറുകയാണോ ഈ പ്രതിഷേധത്തിന്റെ ആ ഒരു സംഘർഷാവസ്ഥയൊക്കെ തന്നെ? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം നയിക്കുകയാണ് അവർ. എന്ത് കാര്യത്തിലാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്? ജനാധിപത്യപരമായ പ്രതിഷേധമാണ് ഞങ്ങൾ നയിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുള്ള വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ നിലപാട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനത്തിന് മുന്നിൽ അവർ കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് MP രാജേഷിനെതിരെ ഉയർന്നത്. മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റു വഴിയില്ല ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ എന്നുള്ള പ്രവർത്തകരുടെ വാദം. എന്തായാലും അവരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തത് റിജിൽ മക്കുറ്റിയാണ്. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതും തുടർന്ന് പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരോട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിന് മുന്നിൽ ശ്രീ റിജുൽ മാക്കുറ്റി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അകാരണമായി പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഒരു തീർച്ചയായും ഒരു കാട്ടുകള്ളൻ രാജിവെക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. സമാധാനപരമായി നടത്തിയ പ്രതിഷേധത്തെ പോലീസ് അതിക്രൂരമായി വേട്ടയാടുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. പോലീസിന്റെ ലാത്തി കൊണ്ടൊന്നും ഭയക്കുന്നവരല്ല യൂത്ത് കോൺഗ്രസുകാർ. ഏത് രൂപത്തിൽ നേരിടാനും ഈ പാലക്കാട് യൂത്ത് കോൺഗ്രസ് തയ്യാറാണ്. മന്ത്രി രാജിവെക്കുന്നവരെയുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. പോലീസ് ഒന്ന് ആലോചിക്കുക, 1.5 വർഷം കഴിഞ്ഞാൽ കേരളം ഭരിക്കാൻ പോകുന്ന UDF അന്നൊക്കെ അവൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കും ഞങ്ങളായിരിക്കും. മുണ്ടഴിച്ചു മാറ്റി, മുണ്ട് കൊണ്ടുപോയി. മുണ്ടിന് ക്ഷാമം ഉണ്ടെങ്കിൽ പറയാം, ശമ്പളം കിട്ടിയിട്ടുണ്ടാവില്ല. അഡ്രസ് എന്താ ഞാൻ അയച്ചുതരാം, യൂത്ത് കോൺഗ്രസ് അയച്ചുതരും. ഞങ്ങൾ സമരം തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് ഡോസ്. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ സമരം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പലരെയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ ആ ശ്രമത്തെ തടയുന്നു പ്രതിഷേധക്കാർ. അങ്ങനെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു.